എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വെള്ളിയാഴ്ച മാർക്കറ്റ് നിഫ്റ്റി ആണെങ്കിൽ നല്ല ഹൈയിൽ പോയി അതിനുശേഷം ഹൈയിൽ തന്നെ കൺസോൾട്ടേറ്റ് ചെയ്യുമായിരുന്നു. ഇവിടെ നമുക്ക് CPR വെച്ചിട്ടാണെങ്കിൽ ഇവിടെ ഓപ്പണിംഗ് റേഞ്ച് ഇവിടെ പ്രീവിയസ് ഡേ ഹൈ R1 പോയിട്ട് ഇറങ്ങുമ്പോൾ 859 റേഞ്ച് ചെയ്യുന്നത് 810 ചെറിയൊരു മൂവ്മെൻ്റ് ആയിരുന്നുള്ളൂ. പക്ഷേ ഇത് സ്റ്റോപ്പ് ലോസ് അടിച്ചു. അപ്പോൾ നമുക്കിവിടെ ബെനിഫിറ്റ് ഇല്ല. അതിനുശേഷം പിന്നെ വൺ സൈഡ് മൂവ്മെൻ്റ് ആണ്. ഇവിടെയും ഒരു ചെറിയ എടുക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് പോകും. അത് ഹെവി മൂവ്മെൻ്റ് ആണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ചില ദിവസം ഇങ്ങനത്തെ മൂവ്മെൻ്റ് ആണ് വരുന്നത്. പക്ഷേ വൺ സൈഡ് മൂവ്മെൻ്റ് അപ്പിലോട്ടായിരുന്നു. ഇപ്പം നമ്മൾ ഡേ ചാർട്ട് ഇട്ട് നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, നമുക്ക് ഈ നിഫ്റ്റി വന്നിട്ട് ഹയർ ലെവലിൽ കൺസോളിഡേറ്റ് ചെയ്യുന്നുണ്ട്. ഹയർ ലെവലിലാണ് കൺസോളിഡേഷൻ നടക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് ഒരു ബ്രേക്ക് ഔട്ട് വന്നു കഴിഞ്ഞാൽ പെട്ടെന്നായിരിക്കും ഒരു മൂവ്മെൻറ്റ് വരുന്നത് മുകളിലോട്ട് വന്നാൽ ഈ ഒരു റേഞ്ചിനുള്ളിലോട്ട് മാർക്കറ്റ് വരാൻ ചാൻസ് കൂടുതലാണ്. 25,000 ഒരു 450 തൊട്ട് 800-850 റേഞ്ച് വരെ പോകാനൊരു ചാൻസ് ഉണ്ട് മാർക്കറ്റിന്. അതുപോലെ ബാങ്ക് നിഫ്റ്റി ആണെങ്കിലും ഹൈ അടിച്ച് കയറാനൊരു ചാൻസ് കൂടുതലാണ്. ഹൈ അടിച്ചാൽ 58,000-59,000 റേഞ്ചിലോട്ട് പോകാം. ഇറങ്ങുവാണെങ്കിൽ താഴോട്ടുള്ള ഈ വരച്ചിട്ടേക്കുന്ന ലെവലുകളാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് അങ്ങനെ. നിഫ്റ്റി ആണെങ്കിലും താഴോട്ട് വരുവാണെങ്കിൽ ഫസ്റ്റ് ഒരു ലെവല് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇവിടെ ഒരു ഹെവി മൂവ്മെൻറ്റ് താഴോട്ടായെങ്കിൽ. അതിനുശേഷം ഈ റേഞ്ച് അഥവാ പിന്നെ ഇവിടുന്ന് താഴോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഈ റേഞ്ച് ഡൗൺ സൈഡിൽ കൺസോളിഡേറ്റ് ചെയ്തിട്ട് തിരിച്ച് വീണ്ടും താഴോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ നോക്കുക. അത് ഈ പല റേഞ്ചുകൾ നേരത്തെ വരച്ചിട്ടുള്ളത് ഇപ്പോഴും ഈ റേഞ്ചുകളൊക്കെ തന്നെയാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് മാക്സിമം ഹൈ റേഞ്ച് എന്ന് പറയുന്നത് ഈ ഒരു ലെവലും നിഫ്റ്റിയുടെ ലോ ലെവല് ഫസ്റ്റ് ഈ ലെവലുമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് വരുവാണെങ്കിൽ. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യുന്നത് CPRൻ്റെ ലെവലുകൾ വെച്ചിട്ട് നമ്മൾ ഷോർട്ട് സെൽ ചെയ്യുന്ന ഒരു രീതി, ഒരു സ്ട്രാറ്റജിയാണ് ഞാൻ സാധാരണ ചെയ്യാറുള്ളത്. അപ്പോൾ പലരും പറയാറുണ്ട് ബൈയിങ് ചെയ്യാനുള്ള ചാൻസ് ഇവിടെ ഇത് വെച്ചിട്ട് പറയാൻ തന്നെ. അപ്പോൾ നമുക്ക് സിമ്പിളാണ്. ആ സെല്ലിങ് സ്ട്രാറ്റജി എങ്ങനെയാണോ നമ്മൾ യൂസ് ചെയ്യുന്നത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് നമ്മൾ ബൈയിങ് സ്ട്രാറ്റജി നമുക്ക് യൂസ് ചെയ്യാം. ബൈയിങ് സ്ട്രാറ്റജിക്കുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ നമുക്ക് സെല്ലിങ്ങിൽ കിട്ടുന്ന പോലൊരു പെട്ടെന്നൊരു ഹെവി പ്രോഫിറ്റ് ബൈയിങ്ങിൽ കിട്ടത്തില്ല. ബൈയിങ്ങിൽ അങ്ങനെ കിട്ടാൻ ചാൻസ് കിട്ടും, പക്ഷെങ്കിൽ അധികം പ്രോഫിറ്റിലോട്ട് വലിയ പ്രതീക്ഷിച്ച് നമുക്കിരിക്കാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണെന്നുള്ള കാര്യം ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ തിങ്കളാഴ്ചത്തേന് ഞാൻ എടുത്തേക്കുന്ന ഷെയറുകളാണ് ഇതൊക്കെ. ഇത് ഫുൾ F&O ഷെയർസാണ്. F&O ഷെയർസിൽ റിസ്ക് കുറവും കൂടുതൽ പ്രോഫിറ്റ് കിട്ടാനുള്ള ചാൻസും കൂടുതലാണ്. അതിനകത്ത് നമ്മൾ ചെയ്യുന്നത് CPR സ്ട്രാറ്റജി വെച്ചിട്ടാണെങ്കിൽ നമ്മൾ ചെയ്യുന്നത് നോർമലി ഇവിടെ PFC എക്സാമ്പിളായിട്ട് എടുക്കുവാണെങ്കിൽ ഇവിടെ ഹൈ 415, ക്ലോസ് 409, R1 416, 92. ഇപ്പം സെല്ലിങ് ചാൻസ് നമ്മൾ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ഷെയർ ഓപ്പണിങ്ങിൽ ഇത് ഫ്ലാറ്റ് ഓപ്പണിങ് എന്തെങ്കിലും വന്നിട്ട് നേരെ കയറിപ്പോയി 415 മുകളിൽ പോയി. ഇപ്പം 416 പോയിട്ട് 415 താഴോട്ട് ഇറങ്ങുന്നതുകൊണ്ട് നമുക്ക് അവിടെ ഒരു ചാൻസ് എടുക്കാം. ചാൻസ് എടുത്തിട്ട് പക്ഷേങ്കിൽ സ്റ്റോപ്പ് ലോസ് നമ്മൾ 416 മുകളിൽ വെച്ചേക്കണം. താഴോട്ട് പോയി നല്ല പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ ബുക്ക് ചെയ്യുക. അതല്ല തിരിച്ച് കയറി വന്നിട്ട് 416 മുകളിലോട്ട് കയറിയാൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടിച്ച് പൊക്കോട്ടെ, കുഴപ്പമില്ല. പിന്നെ നമ്മൾ നോക്കണ്ടേ ഈ R1 റേഞ്ചിലോട്ട് പോകുന്നോ നോക്കണം. ഈ R1 റേഞ്ചിന് മുകളിൽ പോകുന്നോ നോക്കണം. R1 റേഞ്ചിൽ മുകളിൽ പോകുന്നില്ല. 416, 20, 30 അടിച്ചിട്ട് വീണ്ടും തിരിച്ച് 415 താഴോട്ട് പോകണമെങ്കിൽ നമുക്ക് അവിടെ വീണ്ടും സെല്ലിങ് എൻട്രി എടുക്കാം. ആ സമയത്തൊന്ന് ഹൈയുടെ മുകളിൽ സ്റ്റോപ്പ് ലോസ് ഇടുക. അതല്ല അത് R1 മുകളിൽ പോയി 420 വരെ പോയിട്ട് 416, 92 താഴോട്ട് വരികയാണെങ്കിൽ നമുക്ക് അവിടെ എടുക്കാം. അതല്ല അത് 425 പോയിട്ടാണ് ഇറങ്ങുന്നതെങ്കിൽ ഈ ലെവലിൽ നിന്ന് എടുക്കാം. അങ്ങനെ നമുക്ക് ഷോർട്ട് സെല്ല് ചെയ്യാൻ പറ്റും. ഈ എല്ലാ ഷെയർസിനകത്തും അങ്ങനെ തന്നെയാണ് നമ്മൾ ചെയ്യാറുള്ളത്. നമ്മൾ പക്ഷേങ്കിൽ മാർക്കറ്റ് ടൈമിൽ നോക്കിയിരിക്കണം. നല്ല ചാൻസ് കിട്ടാൻ സാധ്യതയുള്ള ഷെയറുകളിനകത്ത് ഇപ്പം ഓപ്പണിങ്ങിൽ നമുക്കറിയാമല്ലോ, നമുക്ക് ഷെയറുകൾ പ്ലസിൽ പോകുന്ന ഷെയറുകൾ പെട്ടെന്ന് സോർട്ട് ചെയ്തിട്ട് അതിനകത്തുനിന്ന് നമുക്ക് ചാൻസ് കിട്ടുമ്പോൾ എടുക്കാം. പക്ഷേങ്കിൽ പ്ലസിൽ പോകുന്ന ഷെയർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് തലേ ദിവസം നല്ല മൂവ്മെൻറ്റ് തന്ന ഷെയർ ആയിരിക്കണം. ഹൈലി മൂവ്മെൻറ്റ് തന്ന ഷെയർ ആയിരിക്കണം. F&O ഷെയർസിനകത്തൊക്കെ 4, 5, 6% ഒക്കെയാണ് കൂടുതലും വരാറുള്ളത്. അത് കൂടുതലും കുറച്ച് ടൈമിങ്ങുകളിൽ മാത്രമാണ് ചില ഷെയറുകളൊക്കെ 10, 15%
പോകാറുള്ളത്. ഇതിനകത്ത് പിന്നെ നമ്മൾ ഷോർട്ട് സെല്ല് ചെയ്താലുള്ള ഒരു ഗുണമെന്ന് പറയുന്നത് ഇതിനകത്ത് അപ്പർ സർക്യൂട്ട് ആകുമെന്ന് പേടിക്കേണ്ട കാര്യമില്ല പെട്ടെന്ന്. പിന്നെ 3 മണിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഷോർട്ട് സെല്ല് ചെയ്യാതിരുന്നാൽ മതി. 3 മണിയൊക്കെ കഴിഞ്ഞിട്ട് ഏതെങ്കിലും പോയി അപ്പർ ലെവലിൽ പോയാൽ പിന്നെ ചിലപ്പോൾ അത് ഓപ്പൺ ആകത്തില്ല. നമുക്ക് 10% ആണ് F&Oയിൽ അപ്പർ സർക്യൂട്ട് ഉള്ളത്. 10% ആയി കഴിഞ്ഞാൽ ലോക്ക് ആയാൽ അതിനുശേഷം കുറേ കഴിയുമ്പോൾ വീണ്ടും ഒരു 5% ഓപ്പൺ ആക്കി തരും. 15 ആയെങ്കിൽ വീണ്ടും ഒരു 5% അങ്ങനെ ഓപ്പൺ ആക്കിക്കൊണ്ടേയിരിക്കും. താഴോട്ട് പോകുമ്പോഴും അതുപോലെ തന്നെ 10% ഡൗൺ ആയാൽ നമുക്ക് ഒരു കുറച്ച് ടൈം കഴിയുമ്പം അത് ഓപ്പൺ ആയിട്ട് 15 ആകും, പിന്നെ അത് 20 ആകും, അങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ സെല്ലിങ് ചെയ്യുന്ന രീതി ഞാൻ ഇതിനകത്ത് ഇപ്പോൾ PFC എക്സാമ്പിൾ ആയിട്ട് വെച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട, ഇപ്പം ഈ ഒരു ഷെയർ PFC നമ്മൾ എടുക്കുക. ഈ PFC 416 പോയി, 424 പോയി. ഇതിന് മുകളിൽ പോയിട്ട് താഴെ ഇറങ്ങുവാണെങ്കിൽ നമ്മൾ ഈ 424-70 താഴെ പോകുമ്പോൾ ഇപ്പം 427 വരെ ഹൈ പോയെന്ന് വെച്ചു. അതിനുശേഷം ഇത് ഈ 424-78 താഴോട്ട് വരുമ്പോൾ നമ്മൾ സെല്ല് ചെയ്യുക. 427 മുകളിലോട്ട് കൊണ്ട് സ്റ്റോപ്പ് ലോസ് ഇടുക. ഇത് വൺ സൈഡ് ഇറങ്ങി ഈ 416 താഴെ പോയെങ്കിൽ നമുക്കിതിനകത്ത് പിന്നെ നല്ലൊരു ചാൻസ് എടുക്കാൻ പറ്റും. വൺ സൈഡ് മൂവ്മെന്റിന് ഒരു ചാൻസ് എടുക്കാൻ പറ്റും. എപ്പോഴാന്ന് വെച്ചാൽ ഇപ്പം 427 ഹൈ ഉണ്ട്, നമ്മൾ ഇവിടുന്ന് എടുത്ത് ഈ ഒരു ലെവലിൽ കിട്ടുന്ന വേണേൽ ബുക്ക് ചെയ്യാം. അതല്ല നമുക്ക് എൻട്രി കിട്ടാത്തവരുണ്ടെങ്കിൽ ഈ ലെവലിന് താഴെ, ഈ 2 ലെവലിനും താഴെ പോയെന്ന് കണ്ടെങ്കിൽ നമ്മൾ ഇപ്പം 416-92 പോകുമ്പോൾ എടുക്കരുത്. ഈ ലെവലിന് മുകളിൽ പോയിട്ട് ഈ ലെവലിന് താഴെ പോകുമ്പോൾ നമ്മൾ ഇവിടെ പോയി എൻട്രി എടുക്കരുത്. നമ്മൾ നോക്കേണ്ടത് പിന്നെ ഈ 416-92 424-78 ഇടയിൽ ഇതിന്റെ ആവറേജ്, ഇപ്പം ഇതിന്റെ ആവറേജ് അതുവരെ ട്രേഡ് ആയ ഷെയർസിന്റെ ആവറേജ് ഇപ്പം 420 അല്ലെങ്കിൽ 21 ആണെങ്കിൽ ഇപ്പം ഇത് 415 വരെ വന്നിട്ട് തിരിച്ച് 420 വരുവാണെങ്കിൽ നമുക്ക് അവിടെ സെല്ല് ചെയ്യാം. അവിടെ സെല്ല് ചെയ്തിട്ട് ഹൈയുടെ മുകളിൽ സ്റ്റോപ്പ് ലോസ് ഇട്ട് നമുക്ക് വെയിറ്റ് ചെയ്താൽ ചിലപ്പോൾ നല്ലൊരു പ്രോഫിറ്റിലേക്ക് പോകാനൊരു ചാൻസ് കൂടുതലാണ്. ഇതേപോലെ നമുക്ക് ബൈയിങ് ചെയ്യാം. ആ ബൈയിങ് ചെയ്യാനുള്ള ഒരു പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ഞാൻ ഷെയർ എടുത്തിട്ടേക്കാണ് ഈ താഴെ ഈ ഡൗൺ ട്രെൻഡിൽ പോയ ഷെയർ. ബൈയിങ് ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ സെല്ലിങ്ങിന് എങ്ങനെയാണോ ചെയ്യുന്നത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇതിനകത്ത് അങ്ങ് ചെയ്യുക. ഇതിനകത്ത് ഇപ്പം ഇവിടെ ഞാൻ കാണിച്ചു തരാം. ഇപ്പം ടാറ്റ ടെക് 5 ഷെയർ ഉണ്ട്. ഈ 5 ഇപ്പോൾ ബാങ്ക് ഇന്ത്യയുടെ ലോ ഏതാണ്? 113.18. ഇതിൻ്റെ CPR ലെവൽ നോക്കി, ആ ലെവൽ തന്നെയാണ്. ഇതിൻ്റെ S1 നോക്കി 111.49. ഈ ഷെയർ മൺഡേ ഓപ്പണിങ്ങിൽ ഇത് ഡൗൺ ഓപ്പണിങ് വരികയും ഈ ലോ 111.56 എന്നുള്ള ലോയോ അടിച്ചിട്ട് ഇപ്പം 111 വരെ വന്നിട്ട് തിരിച്ച് ഈ ലോയുടെ മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ നമുക്കവിടെ ബൈ ചെയ്യാം. 111.56 മുകളിലോട്ട് കയറിയാൽ നമുക്ക് ബൈ ചെയ്യാം. നമ്മുടെ സ്റ്റോപ്പ് ലോസ് എത്ര? 111 താഴെ ഇടുക. അതല്ല ഇത് ഇവിടുന്ന് താഴെ പോയെന്ന് വെച്ചു, താഴെ പോയി ഇപ്പം 111, ഇത് ഏകദേശം സെയിം റേഞ്ച് തന്നെയാണ്. S1, S2 അല്ല S3 108 താഴെ പോയെന്ന് വെച്ച്, എന്നിട്ട് അവിടുന്ന് തിരിച്ച് റിവേഴ്സ് അടിക്കുകയാണെങ്കിൽ 108.5 എന്നുള്ളതിന് മുകളിലോട്ട് കയറുമ്പോൾ നമുക്ക് ബൈ ചെയ്യാം. നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇതിന് താഴെ ഏത് ലോ ആണോ വെച്ചേക്കുന്നത് ആ ലോയുടെ താഴെ കൊണ്ടുപോയിട്ട് നമുക്ക് സെല്ലിങ് സ്റ്റോപ്പ് ലോസ് വെക്കാം. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഞാൻ ഇതിനകത്ത് നോക്കട്ടെ F&O ഷെയർസ്. ഞാൻ F&O ഷെയർസ് ഇവിടെ വാച്ച് ലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. ഇതിനകത്ത് ഈ ഹൈയിൽ പോയ ഷെയറിനകത്തൊക്കെ ചില ഷെയറുകളൊക്കെ അങ്ങനെ മൂവ്മെൻറ്റ് വന്നതായിരിക്കും. ഇപ്പം ഇത് 5 മിനിറ്റ് ചാർട്ടാക്കി മാക്സ് ഹെൽത്ത്, ഇവിടെ നോക്കിയാൽ മാക്സ് ഹെൽത്ത് നമുക്ക് അറിഞ്ഞ, പക്ഷേ പ്രീവിയസ് ഡേ ലോയി വന്നില്ല, ലോയുടെ അടുത്ത് വരെ വന്നിട്ട് ബൗൺസ് ആയി കയറുമായിരുന്നു ചെയ്തിട്ടില്ല. ബൈ ചെയ്യുന്നവർക്ക് വേണ്ടി പറയുവാണേ. MCX നോക്ക്, ഇവിടെ കഴിഞ്ഞ ദിവസത്തെ ക്ലോസിങ് തന്നെ ഇവിടെയാണ്. അതിൻ്റെ ലോ ആണ് ഈ ബ്ലാക്ക് കളറിൽ കാണിച്ചേക്കുന്നത്. ലോ അടിച്ചു, ഇവിടെ ലോ അടിച്ചു, അതിനുശേഷം തിരിച്ചിവിടെ കയറി. ഇപ്പം ഇവിടെ കയറുന്ന സമയത്ത്, ലോയുടെ മുകളിലോട്ട് കയറുന്ന സമയത്ത് നമുക്ക് എൻട്രിയാണ്. നമ്മളിവിടെ എൻട്രി എടുത്തു കഴിഞ്ഞാൽ 7740 വരെ എൻട്രി എടുത്താൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് 7706. 7706 എന്ന് പറയുമ്പോൾ വലിയ ഷെയർ ആയതുകൊണ്ട് ഇതൊരു ചെറിയ സ്റ്റോപ്പ് ലോസ് ആണ്. നമ്മൾ 5-10 ഷെയർ എടുത്താൽ മതി.
ഇവിടുന്ന് അത് വൺ സൈഡ് മൂവ്മെന്റ് മുകളിലോട്ട് കയറി. ഇതുപോലെ ഹെവി മൂവ്മെന്റ് എപ്പോഴും കിട്ടത്തില്ല എല്ലാ ഷെയർസിനും, പക്ഷേ നമുക്ക് നല്ല ചാൻസ് ഇതുപോലെ ബൈയിങ് ചാൻസ് കിട്ടും. ഇപ്പോൾ JSW എനർജി നോക്കാം. അടുത്തത് JSW എനർജിയുടെ ക്ലോസിങ് കണ്ടില്ലേ? ക്ലോസിങ് 479, പക്ഷേ ഏകദേശം ക്ലോസിങ്ങിന് അടുത്ത് വരെ വന്നിട്ട് ഇത് ബൗൺസായി. ഇപ്പം 480 റേഞ്ചിലൊക്കെ എടുത്തവർക്കാണെങ്കിൽ അത് 496, 502 ഇതിനകത്ത് നമ്മൾ നോക്കിയാൽ അറിയാം. നമുക്ക് സെല്ലിങ് ചാൻസ് ഇവിടെ തരുന്നുണ്ട്. 498 എന്നത് 492 വരെ വരുന്നുണ്ട്. പിന്നെ അതിനുശേഷം അടുത്ത ഹൈ അടിച്ചു, അതിനുശേഷം ഇറങ്ങി നമ്മളിവിടെ എടുത്ത് 502 സ്റ്റോപ്പ് ലോസ് ഇട്ടാൽ നമുക്ക് 496 ഈ റേഞ്ചിലോട്ടത് വരുന്നുണ്ട്. അപ്പോൾ ബൈയിങ്ങിലും പറ്റും, സെല്ലിങ്ങിലും പറ്റും. CPRന്റെ നമ്മുടെ ഒരു ചാൻസ് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. ഇതിനകത്ത് വേറെ ഷെയർ നമുക്ക് നോക്കാം. ഇതിനകത്തില്ല. IREDS, JVN, ഈ പിന്നെ ജിയോ ഫൈനാൻസ് നോക്കിയാൽ നമുക്ക് ഇവിടെ അറിയാം ഏകദേശം അടുത്ത് വരെ വന്നു, ബൗൺസായി. തലേ ദിവസം മൈനസിൽ പോയ ഷെയറുകളാണ് നോക്കിയിട്ട് കാര്യമില്ല. ഈ ഷെയർ BSC ലിമിറ്റഡ് നോക്കിയേ. BSC ലിമിറ്റഡ് ഇത് ഡൗൺ ട്രെൻഡിലാണ്, പക്ഷെ നോർമൽ നമ്മൾ ഡൗൺ ട്രെൻഡിലുള്ള ഷെയർ എടുക്കാറില്ല. പ്ലസ്സിൽ പോയ ഷെയറിനകത്ത് ചാൻസ് കിട്ടുവാണെങ്കിലാണ്, ഡൗൺ ട്രെൻഡിൽ പോയ ഷെയർ അടുത്ത ദിവസം പുതിയ ലോ അടിച്ച് പ്രീവിയസ്, ഇതിപ്പോൾ ഡൗൺ ട്രെൻഡിലാണ്. ഓക്കെ, ഇതിൻ്റെ ഡൗണിൽ പോയ ഷെയറാണ്. കഴിഞ്ഞ ദിവസം ക്ലോസിങ് ഇവിടെ ആയിരുന്നു. ഇത് ഇവിടെ ഇപ്പോൾ മൈനസിലാണ് ക്ലോസിങ്. മൈനസിൽ ക്ലോസ് വന്ന ഷെയർ അടുത്ത ദിവസം നോക്കിയാൽ ഇവിടെ അറിയാം കുറച്ച് ഹൈ ഓപ്പണിംഗ് ആണ് വരുന്നത്. ഹൈ ഓപ്പണിംഗ് വന്നു, അതിനുശേഷം പ്രീവിയസ് ഡേ ലോ കട്ട് ചെയ്തു. പ്രീവിയസ് ഡേ ലോ കട്ട് ചെയ്ത് ഒരു 10 രൂപ അങ്ങനെ താഴെ ഇറങ്ങി. അതിനുശേഷം ഇവിടെ കയറി 2583 ഒരു എൻട്രി എടുത്താൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് 71. അവിടുന്ന് നോക്കി നല്ല ഹെവി മൂവ്മെന്റ് കിട്ടുന്നുണ്ട് ബൈ ചെയ്യുന്ന ആൾക്കാർക്ക്. ഓക്കെ, അതിനിപ്പോൾ നമ്മൾ മൈനസിൽ പോയ ഷെയർ എടുക്കണം. നമ്മളപ്പോൾ നമ്മളൊരു പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ഞാൻ എടുത്തിട്ടുണ്ട് 2. ഈ ശ്രീ സിമെന്റ് എന്നുള്ള ഇത് കഴിവ് അവോയ്ഡ് ചെയ്യുക, കാരണം വലിയ ഷെയറാണ്. അതിൽ നമ്മൾ ചെയ്തിട്ട് കാര്യമില്ല, നമ്മൾ ക്വാണ്ടിറ്റി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ബാക്കിയുള്ള ഷെയർ 4 ഷെയറിനകത്ത് നമുക്ക് ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. ഇവിടെ ബാങ്കിൻ്റെ ഞാൻ പറഞ്ഞു ഇതിൻ്റെ ലോ വന്നിട്ട് 111.56. അപ്പോൾ ഓപ്പണിങ്ങിൽ ഇത് ക്ലോസിങ് 113. ഈ ലോയിൽ വന്നിട്ട് കയറുവാണെങ്കിൽ, അതല്ല ലോയിൽ നിന്ന് S1 പോകുന്നുണ്ട്, S1 ലോയും തമ്മിൽ ഏകദേശം അടുത്തടുത്താണ്. അപ്പം അവിടെ പോയിട്ട് അല്ലെങ്കിൽ 9.81 വരെ പോയിട്ട് 9.81 മുകളിലോട്ട് കയറുമ്പോൾ ബൈ ചെയ്യുക. 9 താഴെ കൊണ്ട് സ്റ്റോപ്പ് ലോസ് ഇടുക. അത്രയേ ഉള്ളൂ. ഇപ്പോൾ ടാറ്റ ടെക് ആണെങ്കിൽ 696.30 ലോയാണ്. ഇപ്പം അടുത്ത ക്ലോസിങ് 706. അപ്പം തിങ്കളാഴ്ച ഓപ്പൺ ചെയ്യുമ്പോൾ ഇത് താഴോട്ട് പോയി. ഇപ്പം ഈ 696 താഴെ പോയി, 695 താഴെ പോയതിന് ശേഷം 696 മുകളിലോട്ട് കയറി കഴിയുമ്പോൾ നമുക്ക് ബൈ ചെയ്യാം. നമുക്ക് ചെറിയൊരു സ്റ്റോപ്പ് ലോസ് ആ സമയത്ത് വന്നിട്ടുള്ള ലോയുടെ താഴെ സെല്ലിംഗ് സ്റ്റോപ്പ് ലോസ് ഇട്ട് ബൈ ചെയ്യാം. അപ്പം ബൈ ചാൻസ് അങ്ങനെ വേണമെങ്കിലും എടുക്കാൻ കുഴപ്പമില്ല. അപ്പോൾ തിങ്കളാഴ്ച ഈ പറഞ്ഞ ഷെയറുകൾ നോക്കുക. ഇതിനകത്തെല്ലാം നല്ല ലിക്വിഡിറ്റി ഉള്ള ഷെയറുകളാണ്. ഇപ്പോൾ ശ്രീ സിമെന്റ് വിട്ട് അതിനകത്ത് ലിക്വിഡിറ്റി ഇല്ല, വലിയ ഷെയറാണ്, അധികം മൂവ്മെൻ്റ് ഒന്നും കിടത്തില്ല. ബാക്കിയുള്ള ഷെയർസിനകത്തൊക്കെ വലിയ മോശമില്ലാത്ത വോളിയം ഒക്കെ ഉള്ള ഷെയറുകളാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇതിനകത്തുനിന്ന് ഈ ആദ്യത്തെ ഈ ബ്ലൂ കളറിൽ കാണുന്ന ഷെയർസിനകത്ത് നമുക്ക് ഷോർട്ട് സെല്ലിനുള്ള ചാൻസ് കിട്ടും. ഇതിനകത്ത് നമുക്ക് ബൈ ചാൻസിനുള്ള ഷെയറുകളും കിട്ടാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഈ ഷെയറിനകത്തൊക്കെ നോക്കി ചെയ്യുക. ബൈയിങ് ചെയ്യേണ്ടവർക്ക് ബൈയിങ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഇത് ഇട്ട് തരുന്നത്. അപ്പോൾ ബൈയിങ് ചാൻസ് കിട്ടുവാണെങ്കിൽ ചാൻസ് എടുക്കുക. ഓരോരുത്തരുടെ റിസ്കിനനുസരിച്ച് ചാൻസ് എടുത്ത് ട്രേഡ് എടുക്കുക. അപ്പോൾ തിങ്കളാഴ്ച എല്ലാവർക്കും നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.